ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ലിവർ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ലിവർ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം നന്നായി അത് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ, എങ്കിലേ അതിലെല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ലിവർ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ ഒരു 10-12 ചെറിയുള്ളി വേണം കേട്ടോ. 2 പച്ചമുളക് നടുവേ കീറിയിടണം. പൊടികൾ കുരുമുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറുവപ്പട്ട, ജീരകം, വലിയ ജീരകം വേണം കേട്ടോ. അപ്പോൾ ഇത്രയും ആണ് പൊടികൾ ആവശ്യമായത്. അപ്പോഴത്തേക്കും നമ്മുടെ ലിവർ വെന്തിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഗ്രാമ്പു അല്ല, നമ്മുടെ കറുവാപ്പട്ടയും പെരുംജീരകമൊക്കെ ഇട്ട് പൊട്ടിച്ചു. കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് സവോള നന്നായിട്ടിട്ട് വഴറ്റുക. ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ആ ചെറിയ ഉള്ളി ചേർക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഇടുക. കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കുരുമുളക് പൊടി ആദ്യം ചേർത്ത് ബാക്കി പൊടികളെല്ലാം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ ലിവർ ചേർക്കാം. ലിവർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇടാൻ താമസിച്ചത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ശരിക്കും ഈ പൊടിയുടെ അളവുകളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടികളൊക്കെ ചേർക്കുക. അപ്പോൾ നല്ല അടിപൊളി ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.